കോഴിക്കോട് തടമ്പാട്ട് താഴത്തെ സഹോദരിമാരുടെ കൊലപാതകത്തിൽ അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ഇരുവരുടെയും ഇളയ സഹോദരൻ പ്രമോദിനെ കണ്ടെത്താനുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. പ്രമോദിനെ ഇന്നലെ മുതലാണ് കാണാതായത്. തടമ്പാട്ട് താഴത്ത് നിന്ന് ഗൂഗിൾ കെ വേണുഗോപാൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഗൂഗിൾ, എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കിപ്പോൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിയുന്നത്? SKN ഇവരുടെ സഹോദരനായിട്ടുള്ള പ്രമോദിന്റെ ടവർ ലൊക്കേഷൻ അവസാനമായി കാണിച്ചത് ഫറൂഖ് പാലത്തിനടുത്ത് വെച്ചിട്ടാണ്. അയാൾ തന്നെയാണ് തന്റെ സഹോദരിമാർ ഇന്നലെ മരണപ്പെട്ട വിവരം സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിളിച്ചറിയിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീട്ടിലായിരുന്നു പ്രമോദ് ഇന്നലെ മരിച്ച അദ്ദേഹത്തിന്റെ 2 സഹോദരിമാരും 3 വർഷമായി വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടായിരുന്നത്. വാർദ്ധക്യ സഹജമായ പല അസുഖങ്ങളും അവരെ അലട്ടിയിരുന്നതായിട്ടുള്ള വിവരമുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് സാമ്പത്തിക ബാധ്യതകളോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ പല ചികിത്സാർത്ഥം ഇവിടെ വന്ന് താമസിക്കുകയായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരുന്ന ആളുകളാണ്. നാട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല ഇടപെടലായിരുന്നു എന്നാണ് ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. ഇന്നലെ പുലർച്ചെ 5 മണിയോടെയാണ് സുഹൃത്തായ ഒരാളെ വിളിച്ചിട്ട് തൻ്റെ സഹോദരിമാരിൽ ഒരാൾ മരിച്ചു എന്ന വിവരം അറിയിക്കുന്നത്. ആ വിവരം അറിഞ്ഞ ആൾ ഒരു 7 മണിക്ക് ശേഷം ഇവിടെ എത്തുന്നു. ഇവിടെ എത്തി തൊട്ടടുത്തുള്ള അയൽവാസിയോട് കാര്യം അറിയുന്നു. അയൽവാസിയും ഈ വന്ന സുഹൃത്തും കൂടിയിട്ടാണ് വീട്ടിനകത്തേക്ക് ആദ്യം പ്രവേശിക്കുന്നത്. അവർ വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് 2 പേരും മരിച്ച നിലയിൽ കാണുകയായിരുന്നു. 2 പേരെയും ഒരു പൊതുദർശനത്തിന് വെച്ച സമാനമായ രീതിയിൽ തല മാത്രം പുറത്ത് കാണുന്ന രീതിയിൽ വെള്ള തുണി പുതച്ചു വെച്ച രീതിയിലായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് പ്രമോദിനെ കണ്ടെത്താൻ സാധിച്ചില്ല. പ്രമോദിന്റെ ഫോണിൽ വിളിച്ച സമയത്ത് റിങ് ചെയ്തിരുന്നു, ഫോൺ എടുത്തിരുന്നില്ല. ഉച്ചയ്ക്ക് ഒരു 2 മണിയോട് കൂടിയിട്ടാണ് പ്രമോദിന്റെ ഫോൺ അവസാനമായി റിങ് ചെയ്തത്. അത് ഈ ഫറൂഖ് പാലത്തിന്റെ അടുത്താണ് ടവർ ലൊക്കേഷൻ കാണിച്ചത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ കൂടെ ഈ വീട്ടിലേക്ക് ആദ്യം പ്രവേശിച്ച, അല്ലെങ്കിൽ സഹോദരിമാരിൽ 2 പേരും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആദ്യമായി കണ്ട വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളാണല്ലേ ആദ്യമായിട്ട് കാണുന്നത്? അതെ 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 പ്രമോദ് സുഹൃത്തിനെ വിളിച്ച് സഹോദരി മരിച്ചു എന്ന ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ട് അവർ നേരിട്ട് കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോഴാണ് കാണുന്നത്. ഇവിടെ ഉള്ളിൽ കയറുന്ന സമയത്താണ് 2 ബോഡി പൊതുദർശനത്തിന് വെച്ച മാതിരി രണ്ട് റൂമിലായിട്ട് ഇരിക്കുന്നത്. ഒരാൾ മരിച്ചു എന്നുള്ള വിവരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്? അതെ 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 സഹോദരി മരിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് അയാൾക്ക് പാസ് ചെയ്തിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ തിരിച്ചു വിളിച്ചു. എവിടെയാണ് ബോഡി ഉള്ളത്, ഹോസ്പിറ്റലാണോ വീട്ടിലാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ എടുത്തിട്ടില്ല എന്നാണ് ആ സുഹൃത്ത് പറഞ്ഞത്. ഈ 3 പേർ ബന്ധുക്കൾ വന്നപ്പോഴാണ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അപ്പോഴാണ് ഈ 2 ബോഡി 2 റൂമിലായിട്ട് കിടക്കുന്നത് കണ്ടത്. പ്രമോദ് വാടകയ്ക്കാണല്ലോ. ഇവർ 3 പേരും നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള ഇടപെടൽ എങ്ങനെയായിരുന്നു? 3 വർഷമായിട്ട് സ്ഥിര താമസം ഈ വീട്ടിൽ തന്നെയായിരുന്നു. ആ നാട്ടുകാരൊക്കെ ആയിട്ട് നല്ല ബന്ധത്തിൽ ഉള്ള ആളാണ്. സ്വന്തം പ്രയാസങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണിച്ച ആളാണ്. അവർക്ക് സാമ്പത്തിക പ്രയാസം എന്തെങ്കിലും ഉണ്ടതായിട്ട്? സ്വന്തം വീട്ടിൻ്റെ ഷെയർ വിറ്റ ഒരു എമൗണ്ട് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ജീവിക്കുന്നതെന്നുള്ള ഒരു രീതി പറഞ്ഞിരുന്നു. ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, സഹോദരിമാരെ ശ്രദ്ധിക്കാനുള്ളതുകൊണ്ട് ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ ചികിത്സാർത്ഥം, സഹോദരിമാരുടെ ചികിത്സാർത്ഥമാണ് പ്രമോദ് ഇങ്ങോട്ടേക്ക് വന്നത് അല്ലേ? അതെ 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 നിർമ്മല വെള്ളിമാട് എന്നുള്ള നിർമ്മല ഹോസ്പിറ്റലാണ് അധികം ചികിത്സിക്കാറുള്ളത്. അത് പോകാനും വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വീടെടുത്തതെന്നാണ് എന്നോട് പറഞ്ഞത്. ഗുരുതരമായിട്ടുള്ള അസുഖമായിരുന്നു, അതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നു? അല്ല, ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല. പക്ഷേ എന്നും അസുഖമായിരിക്കും, അതാണ് പ്രശ്നം. പൊതുവേ ഇമ്മ്യൂണിറ്റി കുറവുള്ള ഒരു ഇതാണ്. എന്തെങ്കിലും ചെറിയ കാലാവസ്ഥയിൽ വ്യത്യാസം വരുമ്പോഴേക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ട സ്ഥിതി വരാറുണ്ട്. ഈ സഹോദരിമാർ, ഇവർ ശ്രീജയും പുഷ്പയും, ഇവർ പുറത്തേക്ക് ഇറങ്ങി നാട്ടുകാരും ഒക്കെ ആയിട്ട് സംസാരിക്കുകയോ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു? വന്ന ഉടനെയൊക്കെ കുറച്ച് മിങ്കിൾ ചെയ്തിരുന്നു. അതിനുശേഷം ഈ അസുഖത്തിൻ്റെ എപ്പോഴും ബുദ്ധിമുട്ട് കാരണമായിരിക്കണം സഹോദരൻ മാത്രമാണ് മറ്റുള്ളവരോടൊക്കെ സംസാരിച്ച് ഒരു വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നത്. SKN നാട്ടുകാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ വാർദ്ധക്യ സഹജമായ അസുഖമുണ്ടായിരുന്നു. അവരുടെ ചികിത്സാർത്ഥമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ അസ്വാഭാവിക മരണത്തിനായിരുന്നു ചേവായൂർ പോലീസ് കേസെടുത്തതെങ്കിൽ വൈകിട്ടോടുകൂടി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ സമയത്താണ് ശ്വാസം മുട്ടിയാണ് 2 പേരും മരിച്ചത് എന്ന വിവരത്തിലേക്ക് എത്തുന്നത്. പിന്നീട് ഈ പ്രമോദിനെ രാവിലെ മുതൽ കാണാനില്ലാത്തതും ഈ സംഭവത്തിലെ ദുരൂഹത വർദ്ധിക്കുന്നുണ്ട്. അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിൽ എന്തായാലും ചേവായൂർ പോലീസ് ആരംഭിച്ചു കഴിഞ്ഞു. മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയിട്ട് ഇവിടെ തന്നെയുള്ള ഫറൂഖ് പാലത്തിനടുത്ത് വെച്ചിട്ടാണ് പ്രമോദിന്റെ മൊബൈൽ ഫോൺ അവസാന ടവർ ലൊക്കേഷൻ കാണിച്ചത്. CCTVകൾ കേന്ദ്രീകരിച്ചിട്ടൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകൾ, ജില്ലാ അതിർത്തികളിലൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഊർജിതമായി തന്നെ അന്വേഷണം നീങ്ങുന്നു. അതോടൊപ്പം ഇന്നലെ മരിച്ച ഈ 2 സഹോദരിമാർ പുഷ്പയും ശ്രീജിയും അവരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ ഇന്നലെ രാത്രി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള വെസ്റ്റ് ഹിൽ ശ്മശാനത്തിലാണ് ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. SKN.
ഓക്കെ, താങ്ക് യു ഗൂഗിൾ കെ വേണുഗോപാൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.